നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റിയാസും പ്രതിപ്പട്ടിയിലേക്കോ? പഴുതടച്ച് ഇഡി. പ്രതിസന്ധിയിൽ പാർട്ടി, മലബാറിൽ ആശങ്ക തുടരുകയാണ്. CMR എക്സാലോജിക് മാസപ്പടി കേസ് നാടകീയ വഴിത്തിരിവ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികളുടെ ഭാഗമായി ടി വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് പ്രതിചേർക്കുമെന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. MLAയുടെ സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ 8 ഇടങ്ങളിൽ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ റെയ്ഡ് 6 ഇടങ്ങളിൽ ഏകദേശം പൂർത്തിയായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ P നിഖിലിന്റെ ഫ്ളാറ്റിലും KCK ഡെന്റൽ ഉടമയും റിയാസിന്റെ സഹപാഠിയുമായ ഷൈജലിന്റെ അപ്പാർട്ട്മെന്റിലും വൈകി തെരച്ചിൽ പൂർത്തിയാക്കി. വീണയുടെ ഡയറിയിൽ പരാമർശപ്പെടുത്തിയിട്ടുള്ളവരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലുമാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുൻപായി ഇഡി പരിശോധന നടത്തിയത്. ഇവരുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ, ബാങ്ക് വിവരങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിച്ചതെന്നാണ് അറിയുന്നത്. ആദ്യഘട്ടത്തിൽ വീണയുടെ മാത്രം സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധ ഊന്നിയിരുന്ന ഇഡി പതിയെ മുഹമ്മദ് റിയാസിലേക്കും കടന്നുവരികയാണ്. വീണയുടെ അക്കൗണ്ടിൽ നിന്നും കള്ളപ്പണത്തിന്റെ ഭയാനകമായ സംഖ്യകൾ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മുൻ മന്ത്രി റിയാസിന്റെ വിശ്വസ്തരുടെ സ്ഥാപനങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചത്. ഇതിനുള്ള നിർദ്ദേശം ഡൽഹിയിൽ നിന്നും കേരളത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു എന്നാണ് സൂചന. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിയാസിന്റെ കൂട്ടുകാരുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയത്. ഇതിൽ ബിസിനസ്സുകാരെ തേടിപ്പിടിച്ചാണ് ഇഡി പരിശോധനയ്ക്കിടയിൽ അയച്ചത്. കാരണം കർത്തയിൽ നിന്നും വീണയ്ക്ക് കിട്ടിയ പണം റിയാസിന്റെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിൽ എത്തിയോ എന്നാണ് അന്വേഷണ ഏജൻസികളുടെ സംശയം. അതേസമയം വീണയുടെ മൊഴികളിൽ നിന്നാണ് റിയാസിന്റെ ഉറ്റ ചങ്ങാതിമാരെ കണ്ടെത്തിയതെന്ന് വാർത്തകളും പുറത്തു വന്നിരുന്നുണ്ട്. നഗരത്തിലെ മറ്റ് സ്ഥാപനങ്ങളിലും വീടുകളിലും നടത്തിയ റെയ്ഡ് വൈകിട്ട് 4 മണിയോടെ ഏകദേശം അവസാനിച്ചു. റെയ്ഡ് നടത്തിയ സ്ഥാപനങ്ങളുടെ ഉടമകളുമായി മാസപ്പടി കേസിലെ 6ാം പ്രതി ടി വീണയ്ക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ, പണം വകമാറ്റാൻ ഈ കമ്പനികൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നിവയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. CMR എക്സാലോജിക് ഇടപാടിൽ ലഭിച്ച 2.78 കോടി രൂപയുടെ വിവരങ്ങൾ തേടിയാണ് റെയ്ഡ് എന്നാണ് വിവരം. വീണയുടെ ഭർത്താവ് PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ കമ്പനികളിലേക്ക് തുക മാറ്റിയിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും വിലയിരുത്തുന്നത്. തിരിച്ചലിൽ എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്നും രേഖകൾ പിടിച്ചെടുത്തോ എന്നും ഇഡി പുറത്തുവിട്ടിട്ടില്ല. അതേസമയം റെയ്ഡ് നടന്ന സ്ഥലങ്ങളിൽ ഭൂരിഭാഗവും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടേതാണ് എന്ന് ഇതിനോടകം തന്നെ ചർച്ചകൾ ഇടയാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നും റിയാസ് കുരുങ്ങും എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്നുമുണ്ട്. എക്സാലോജിക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ടി വീണയുടെ ഡയറിയിൽ നിന്നും ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പരസ്യ സ്ഥാപനത്തിലെ ഉടമകളുടെ വസതികളിൽ റെയ്ഡ് നടത്തിയതെന്നാണ് വിവരം. കോഴിക്കോട് മാവൂർ സ്ട്രീറ്റിൽ JJ സ്ട്രീറ്റ് ഷൈജലിന്റെ ഉടമസ്ഥയിലുള്ള ഫ്ളാറ്റിലാണ് രാവിലെ 8 മണിക്ക് ഇഡി സംഘം പരിശോധന തുടങ്ങിയത്. രാവിലെ 9 മണിയോടെ നിഖിലിന്റെ അശോകപുരം ബാലൻ കെ നായർ റോഡിലുള്ള ഫ്ളാറ്റിലും പരിശോധന തുടങ്ങി. രാവിലെ 6 മണിയോടെ നിഖിലിന്റെ ഫറോക്ക് കരുവൻതുരത്തിലെ കുടുംബ വീട്ടിൽ ഇഡി സംഘം എത്തിയെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി മടങ്ങി. തുടർന്നാണ് മകന്റെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തൊണ്ടയാടുള്ള ആശുപത്രിയിലായിരുന്ന നിഖിലിനെയും കൂട്ടി അശോകപുരത്തെ ഫ്ളാറ്റിലേക്ക് ഇഡി സംഘം എത്തിയത്. CPM നേതാക്കളുടെ പിന്തുണയോടെ നഗരത്തിൽ പ്രവർത്തിക്കുന്ന പരസ്യ ഏജൻസിയുടെ കീഴിലാണ് കോഴിക്കോട് നഗരത്തിലെ പ്രധാന പരസ്യ ബോർഡുകളെല്ലാം ഉള്ളത്. ഇടതുഭരണത്തിലായ കോഴിക്കോട് കോർപ്പറേഷനിലെ ചില പ്രധാന പരസ്യ കരാറുകളും ഈ കമ്പനിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പരസ്യ ഏജൻസിയുടെ ചില ഇടപാടുകളും പണം എത്തുന്ന വഴികളും ഇഡി സംഘം പരിശോധിക്കുന്നതായാണ് സൂചന. പാർട്ടി പ്രവർത്തകനല്ലാത്ത ഷൈജൻ പാർട്ടി അനുഭാവിയാണെന്നാണ് വിവരം. സരോവരത്ത് പ്രവർത്തിക്കുന്ന KCA ഡെന്റൽ എന്ന സ്ഥാപനത്തിലും അന്വേഷണത്തിന്റെ ഭാഗമായി ഇഡി സംഘം എത്തിയിരുന്നു. ഇദ്ദേഹം റിയാസിന്റെ ചങ്ങാതിയാണ്. CPMന് വേണ്ടിയിട്ടും ഇവിടെ കള്ളപ്പണം നിക്ഷേപിക്കുന്നുണ്ടോ എന്ന കാര്യവും ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരും. DYFI ഈസ്റ്റ് ഹിൽ മേഖലാ സെക്രട്ടറിയും ബേപ്പൂർ ഫെസ്റ്റ് കോർഡിനേറ്ററും DTPCയിലെ ഡെസ്റ്റിനേഷൻ കോർഡിനേറ്ററുമായ M നന്ദുലാലിന്റെ ഫെറ്റ്ഹിൽ കുണ്ടൂർ പറമ്പിലെ വീട്ടിൽ രാവിലെ 6 മണിയോട് കൂടിയാണ് ഇഡി സംഘം എത്തിയത്. ഏതായാലും 4 അംഗ സംഘമാണ് എത്തിയത്. കോഴിക്കോട് പന്തീരങ്കാവിൽ ഹസൻ വാരിഷ് കളത്തിങ്കൽ എന്നിവയാളുടെ ഉടമസ്ഥയിലുള്ള ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് രാവിലെ 8:30 തുടങ്ങിയ റെയ്ഡ് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അവസാനിച്ചത്. രേഖകൾ പരിശോധിച്ച് സാമ്പത്തിക ഇടപാടുകൾ വിലയിരുത്തി മടങ്ങുകയായിരുന്നു എന്നാണ് വിവരം. കേസിലെ 6ാം പ്രതിയായ വീണയ്ക്ക് നിക്ഷേപമുള്ള കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന കമ്പനിയിലും ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വീണയുടെ പേരിലുള്ള 16.5 ലക്ഷം രൂപയുള്ള നിക്ഷേപങ്ങൾ നേരത്തെ ഇഡി മരവിപ്പിച്ചിരുന്നു. മെയ് 27-ന് വീണയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ലഭിച്ച ചില രേഖകൾ പ്രകാരം വീണയുടെ അക്കൗണ്ടുകളിൽ 1,37,088 രൂപയും
എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ 27,585 രൂപയും ലേക്കർ ഇന്ത്യ കോർപ്പറേറ്റിന്റെ അക്കൗണ്ടിൽ 15,87,414 രൂപയും ഉണ്ടായിരുന്നതായി ഇ ഡി കണ്ടെത്തിയിരുന്നു. ഇതുകൂടാതെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇ ഡി സംഘം എത്തിയതായും സൂചനയുണ്ട്. മാസപ്പടി കേസിൽ പ്രതികളാകപ്പെട്ടവരുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുന്നതിനും മുന്നോടിയായാണ് അവസാനഘട്ട പരിശോധനയുടെ ഭാഗമായി കോഴിക്കോട് ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയത് എന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ CIR അതായത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് വിവിധ ഇടങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു. രണ്ടാം ഘട്ടത്തിലാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി നൽകിയ അനുമതി പ്രകാരം ടി വീണയുടെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ പരിശോധന നടത്തിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ താമസിക്കുന്ന ഈ വീട്ടിൽ റെയ്ഡ് നടത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കാട്ടി CPM പ്രവർത്തകർ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും ദേശീയ തലത്തിൽ വാർത്തയായിരുന്നു. ഇതിനു പിന്നാലെ ടി വീണയെ 2 തവണ ഇ ഡി ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. കേസിൽ SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകളുടെ പരിശോധനയും ഇ ഡി ആരംഭിച്ചിരുന്നു. SFIO റിപ്പോർട്ടിന്റെ 134 അനുബന്ധ രേഖകളാണ് ഇ ഡിക്ക് ലഭിച്ചത്. CMRL MD ശശീന്ദ്രൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്ത, മകൾ ഷിബി എസ് കർത്ത, മകൻ ശരൺ എസ് കർത്ത എന്നിവരടക്കം 6 പേരാണ് ഇ ഡി ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തത്. 2.78 കോടി രൂപ പ്രത്യേകിച്ച് ഒരു സേവനവും നൽകാത്ത അനധികൃതമായി CMRL നിന്ന് വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് കമ്പനി കൈപ്പറ്റിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. കള്ളപ്പണം വെളുപ്പിക്കൽ പരിധിയിൽ ഉൾപ്പെടുന്ന ഇടപാടാണ് ഇതെന്നാണ് സൂചന.